നിങ്ങൾ യൂട്യൂബിൽ പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ട് അതെന്ത് ചെയ്യണം എന്നറിയാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര യൂട്യൂബിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത്. ബിക്കോസ് നമ്മൾ തുടങ്ങുക എന്നുള്ളതിൽ എല്ലാ ആൾക്കാരും ഇപ്പോൾ സക്സസ്ഫുൾ ആയ ആൾക്കാർ അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയും. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ശരിയാവും, അങ്ങനെ ചെയ്താൽ ശരിയാവും. അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാത്ത ആളുകൾ പറയും ഇതൊന്നും കൊള്ളില്ല, അങ്ങനെ ആ ഒരു രീതിയിൽ നടുക്ക് നിൽക്കുന്ന എന്നെ പോലുള്ള ആളുകളുണ്ടല്ലോ, അങ്ങോട്ടും ഇല്ല പോയും ഇല്ല കിട്ടിയും ഇല്ല, അങ്ങനത്തെ ആളുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. സോ എനിക്ക് പറ്റിയ കുറേ മണ്ടത്തരങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യരുത്. അതുപോലെ ഞാൻ ചെയ്യാണ്ട് പോയ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ യൂസ് ആകും. അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ മാളു ആദി, നേരത്തെ ഇതിന്റെ പേര് ആദീസ് ടിപ്സ് എന്നായിരുന്നു. അപ്പോൾ ഒരുപാട് എനിക്ക് അത്യാവശ്യം നല്ല വ്യൂ വരുമായിരുന്നു വീഡിയോസിനെല്ലാം. ഞാൻ പൊതുവെ ബ്യൂട്ടി വ്ളോഗ്സ്, റിവ്യൂസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഡെയിലി വ്ളോഗ്സും ഒക്കെ ഇപ്പം ചെയ്യാറൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടാണ് ചാനൽ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു വാവ് മൊമെന്റ് അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാൻ പറയാൻ വന്നത്, നമ്മളൊരു നോർമൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ വരുന്നത് ശരിക്കും. അതായത് അവർ പറയും മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ മാറി അങ്ങനെ ഇങ്ങനെയാണ്, പല പല കാറ്റഗറി വെച്ചാലും നമ്മുടെ കയ്യിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ അതിൽ ആഡ് കയറി അതിന്റെ കമ്മീഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ എന്താണ് സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ സ്റ്റാറോ ഇതൊന്നും നമുക്ക് അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ 4000 വാച്ച് അവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്നത് നമ്മൾ ഷോർട്സിന്റെ എടുക്കില്ല, മെയിൻ വീഡിയോയുടെ തന്നെ എടുക്കുള്ളൂ. ഇനി ഷോർട്ടിന്റെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 10 ലക്ഷം എന്താണ് വ്യൂ ആണ് അതായത് ഷോർട്ടിന് 10 ലക്ഷം വ്യൂ ആണ് പറയുന്നത്. അത് തന്നെയുമല്ല, അത് ഈ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയകളും വരുന്നത് ആ വാച്ച് അവറിന്റെ കേസിൽ വരുമ്പം ലാസ്റ്റ് 365 ഡേയ്സിന്റെ മാത്രമേ അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. എനിക്കത് അറിയില്ലായിരുന്നു. അതായത് ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിച്ചു തരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണിക്കാനായിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അനലിറ്റിക്സിൽ അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കാണിക്കുന്നില്ല. അതായത് നമ്മളിപ്പോ 365 ദിവസം, ലാസ്റ്റ് 365 ദിവസം 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയാലേ നമുക്ക് എലിജിബിൾ ആവത്തുള്ളൂ. പക്ഷെ ഞാൻ എലിജിബിൾ ആവുന്ന സമയത്ത്, എനിക്ക് മോണിറ്റൈസേഷൻ എലിജിബിൾ ആവുന്ന സമയത്ത് ഞാൻ 4000-ന് മേലെ എനിക്ക് വാച്ച് അവർ, ടോട്ടൽ വാച്ച് അവർ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നല്ലോ, ടോട്ടൽ വാച്ച് അവർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതെ പോയത്, എനിക്ക് അറിയില്ലായിരുന്നു അത് ലാസ്റ്റ് ഒരു 365 ഡേയ്സിൽ പെർട്ടിക്കുലർ ആയിട്ട് ആ ഒരു ടൈം പീരീഡിലാണ്. കാരണം നമ്മളിപ്പോൾ 365, ഇപ്പൊ ഇന്ന് എനിക്ക് വീഡിയോയിൽ നല്ല റീച്ച് ഉണ്ടെന്ന് വിചാരിക്കുക, സെയിം തന്നെ 365 ഇപ്പത്തെ തൊട്ട് ലാസ്റ്റത്തെ ഫസ്റ്റ് ഡേ എനിക്ക് നല്ല വ്യൂ ഉണ്ട്. ഞാൻ നാളത്തേക്കിന് പോകുമ്പോൾ എനിക്ക് ആദ്യത്തേതിൽ നിന്നൊന്ന് കട്ടാകും, ഒരു ദിവസം കട്ടാകും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വ്യൂ പൊക്കോണ്ടിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്കറിയില്ല ഇങ്ങനെ വന്നാലും പറഞ്ഞു തരുമോന്ന്. അത് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ നിങ്ങൾ ഇടുവാണെങ്കിൽ പറഞ്ഞില്ലേ 10 മില്യൺ വാലിഡ് ഷോർട്ട് വ്യൂ കിട്ടിയാൽ മതി. അത് 365 ദിവസം അല്ല, 90 ദിവസത്തെ ടൈമേ ഉള്ളൂ. 90 ദിവസത്തിൽ ഈ പറഞ്ഞ 10 ലക്ഷം വ്യൂ കംപ്ലീറ്റ് ആയാലും 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എലിജിബിൾ ആകും. മനസ്സിലായോ? അതായത് ആഡ് കയറും, നിങ്ങളുടെ വീഡിയോയിൽ ആഡ് കയറിയ, അല്ലാതെ ആഡ് വരും, പക്ഷെ ആ ആഡിന്റെ ബെനിഫിറ്റ് പോകുന്ന യൂട്യൂബിനാണ്. അല്ലാണ്ട് നിങ്ങളുടെ ചാനലിൽ ആഡ് കയറി ആ ആഡിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. ഇതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്, നിങ്ങൾ ഇടുന്ന വീഡിയോ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു 3-4-5 വീഡിയോ അങ്ങനെയൊക്കെ ചിലർക്ക് ഇടാൻ പറ്റണമെന്നില്ല. പക്ഷെ ഡെയിലി ഒരു ഷോർട്ട് എങ്കിലും വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. മെയിൻ വീഡിയോ ഒരു വീക്ക്ലി ഒരു 2 മെയിൻ വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യാൻ നോക്കുക. ഒട്ടും പറ്റിയില്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ഒരു റെഗുലർ ഇന്റർവെല്ലിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ നിങ്ങൾ ഇടുന്ന വീഡിയോസ്, ഇപ്പൊ ഞാൻ പറയട്ടെ, യൂട്യൂബിൽ നിറയെ വീഡിയോസ് ഉണ്ട്. ഇപ്പൊ ഒരു സാധനത്തിന്റെ റിവ്യൂ കാണാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാനായിട്ടോ എന്ത് കാര്യം ആയിക്കോട്ടെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു വീഡിയോ കാണണം എന്ന് ആർക്കും ഇല്ല. മനസ്സിലായി? കാരണം ഇൻഫർമേഷൻ ഭയങ്കര കൂടുതലാണ്, എല്ലാത്തിനെ കുറിച്ചിട്ടും നിറയെ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അറിയേണ്ടത് നമ്മളെ അവിടുന്ന് വ്യത്യസ്തമാക്കിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്താൽ മാത്രമാണ് നമ്മുടെ
അതായത് എൻ്റെ എക്സ്പീരിയൻസ് ഒരിക്കലും ഏതെങ്കിലും ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടില്ല. അത് എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടാലേ കാണുള്ളൂ. അപ്പം നിങ്ങൾ ഇപ്പം എന്തെങ്കിലും റിവ്യൂ ചെയ്യുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്ളോഗ് ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ പോകുന്ന എക്സ്പീരിയൻസും നിങ്ങൾ കാണുന്ന കാഴ്ചകളും നിങ്ങളുടെ ആ ഒരു സന്തോഷമല്ല നിങ്ങളുടെ വ്ളോഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എപ്പോഴും ചെയ്താൽ മാത്രമേ അത് നമുക്ക് ഇനി പോകെ പോകെ നമ്മുടെ ചാനലിലേക്ക് ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീഡിയോ ഇടുന്നതാണെന്നുണ്ടെങ്കിൽ പോലും കണ്ടന്റുകൾ ആളുകൾ വന്ന് കാണുകയുള്ളൂ. കാരണം ആർക്കും ഒരു നിർബന്ധവും ഇല്ല നമ്മുടെ കണ്ടന്റ് കാണണം അല്ലെങ്കിൽ ഇത് ഞാൻ ഇട്ടതല്ലേ അതുകൊണ്ട് കണ്ടു, അങ്ങനെ ഇല്ല. മനസ്സിലായി? ഈവൻ ആരെങ്കിലും കൈ തട്ടി നമ്മുടെ ചാനലിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോലും ആ ഒരു 5-10 സെക്കൻഡ് നമ്മൾ അവരെ എന്തൊരു ഇത് കൊള്ളാം അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റി അവരെ അതിനകത്ത് ഹോൾഡ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് വാച്ച് അവറും കയറി നമ്മുടെ അതായിട്ട് സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ. 4 പേര് നമ്മുടെ വീഡിയോ ആദ്യം എടുത്ത് കണ്ടു, അവർ സ്കിപ്പ് ചെയ്ത് വിട്ടു. ചിലപ്പോൾ നല്ലതായിരിക്കും, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടും ആവാം. സ്കിപ്പ് ചെയ്ത് വിട്ടാലും നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന സാധനം കുറയും. മനസ്സിലായോ? ചാനൽ പേജിലും ഫീഡിലും ഒക്കെ വരുന്ന വളരെ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോയുടെ വ്യൂ വന്നിട്ട് കുറഞ്ഞു പോകും. അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ ആദ്യത്തെ ഒരു 10 സെക്കൻഡ് അത്യാവശ്യം അട്രാക്റ്റീവായിട്ട് എന്തൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അങ്ങനെയൊക്കെ കാണിക്കുവാണെങ്കിൽ നല്ലത്. ഇതൊക്കെ എനിക്ക് പറ്റാതെ പോയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് എൻ്റെ കേസിൽ എനിക്ക് പറ്റിയ കുറേ മണ്ടത്തരങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇഷ്ടം പോലെ വ്യൂ ഉണ്ടാകും, ആളുകൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, നമുക്കും ബെനിഫിറ്റ് ഉണ്ടാകും. പക്ഷെ അതിലൊക്കെ സബ് കയറണം എന്നില്ല. ഇപ്പം എൻ്റെ കേസിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണുന്നതോട് വളരെ കുറവാണ്. മനസ്സിലായോ? അപ്പം എനിക്ക് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നും എന്ത് കഷ്ടമാണെന്ന്. ഇപ്പം ഞാൻ എൻ്റെ സ്ഥാനത്ത് ഞാൻ പറയുവാണെങ്കിൽ വേറൊരാളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനലും കൊണ്ട് ഉറപ്പായിട്ടും അവർ ഇട്ടിട്ട് പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം അത്രയും ഇതിനകത്ത് ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പിന്നെയും കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് എനിക്ക് ഭയങ്കര പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻകമോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു എഫേർട്ടിനുള്ള ഒരു ഫലമോ ഒന്നും എനിക്ക് അങ്ങനെ കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് വ്യൂ വന്നാൽ പോലും സബ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സബ് കയറുന്നിടത്ത് വ്യൂ ഉണ്ടാവില്ല. അങ്ങനെ നല്ല വീഡിയോസ് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് എഡിറ്റ് ചെയ്ത് ഭയങ്കര ടൈം എടുത്ത് നമ്മൾ ചെയ്ത സാധനത്തിന് ഒരു വ്യൂ ഒരു 10 വ്യൂ 20 വ്യൂ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാണ്ട് ചുമ്മാ അവിടെ പോയി ഇരുന്നിട്ട് ചുമ്മാ എടുക്കുന്ന സാധനത്തിന് ചിലപ്പം 10,000 1000 200 2000 ഒക്കെ വ്യൂ വരുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ അതിശയിക്കും, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മളൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യണം, എല്ലാവരും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ തമാശയ്ക്കാണെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുകൊണ്ടിരിക്കുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതായിരുന്നു, ഞാൻ പണ്ടൊക്കെ വേണ്ടി ഇട്ടിട്ട് പോയനെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോ സാധനങ്ങളും അത്രയും ഞാനിപ്പോൾ ഓരോ റിവ്യൂ ചെയ്യുമ്പോൾ ഞാനത് മേടിച്ച് ഞാനത് യൂസ് ചെയ്ത് എനിക്ക് ആരും തരുന്നൊന്നുമല്ല. ഞാൻ 2-3 സാധനങ്ങൾ എന്തോ എനിക്ക് ആരോ തന്നിട്ടൊക്കെ ഉള്ളൂ. അത് ഞാൻ അവരോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൻ്റെ നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത്രയും നമ്മളത് എഫേർട്ട് ഇട്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് താല്പര്യമായതുകൊണ്ടാണ്. പക്ഷെ ആ സമയത്ത് താല്പര്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ 7 പണ്ടേ അവർ ഓടി പോകും, വേറെ വല്ല പണിയും നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മടുക്കാൻ തയ്യാറാവരുത്. മനസ്സിലായോ? നിങ്ങൾ മടുക്കരുത്. നിങ്ങൾ എങ്ങനെ പോയാലും ഞാനത് ചെയ്യുന്നുള്ള ആ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് രക്ഷയുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അനലിറ്റിക്സ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതായത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ യൂട്യൂബ് എടുത്ത ആളുകൾക്ക് നിങ്ങളുടെ തന്നെ മെയിൽ ഐ ഡിയിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോസിൻ്റെ കുറേ കാര്യങ്ങൾ അനലിറ്റിക്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണിക്കും. അതിനകത്ത് ഓവർവ്യൂ, കണ്ടന്റ്, ഓഡിയൻസ്, അങ്ങനെ റവന്യൂ, ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് എന്താണ്, ഇതെല്ലാം അതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനകത്ത് മെയിനായിട്ടും ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഓഡിയൻസ് എപ്പോഴാണ് ആക്റ്റീവ് ആകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡേറ്റ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഡീപ്പായിട്ട് കൊടുത്തിരിക്കുന്ന കളർ കണ്ടോ, ഡാർക്ക് കളറിൽ വരുന്ന ആ ടൈമിൽ മാത്രമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളും ആക്റ്റീവായിട്ടുള്ളത് യൂട്യൂബിൽ. അപ്പോൾ ആ ടൈം നോക്കിയൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ കുറച്ചും കൂടെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും അതിൻ്റേതായിട്ടുള്ള ഓരോ ടൈം ഉണ്ട്. പിന്നെ നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പ് കാറ്റഗറിയിലുള്ള ആളുകളാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്ന് അറിയാൻ പറ്റും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ വന്നേക്കുന്നത് 25 to 34 ഏജ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് കൂടുതൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് ബെസ്റ്റ്. മനസ്സിലായോ? ഒരു 25 to 44 ആ ഒരു റേഞ്ച് തൊട്ടിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന കൈൻഡ് ഓഫ് വീഡിയോസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് അത് വളരെ ഈസി ആയിട്ട് എത്തും. അതുപോലെ ജെൻഡർ, ഫീമെയിൽ ആണോ മെയിൽ ആണോ നിങ്ങളുടെ വീഡിയോസ് കൂടുതൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്യാം. അങ്ങനെ
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സബ് ടൈറ്റിൽസ് വെച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോ കൂടുതൽ സബ് ടൈറ്റിൽസ് നോക്കി ആളുകൾ കാണുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ സബ് ടൈറ്റിൽസും കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഷോട്ടിലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സബ് ടൈറ്റിൽസ് വരും. നിങ്ങൾ ചുമ്മാ ഓട്ടോ കൊടുത്താൽ മതി, അതിൽ കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ആണോ നോൺ സബ്സ്ക്രൈബേഴ്സ് ആണോ നിങ്ങളുടെ വീഡിയോസ് കാണുന്നതെന്നൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങളുടെ ചാനലിൽ കുറേ നിങ്ങൾ വിചാരിക്കാത്ത ലെവലിൽ വ്യൂ വന്നേക്കുന്നത്, അപ്പോൾ ആ വീഡിയോയിൽ എന്താണ് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, ആ വീഡിയോയിലെ കളറിംഗ് ആണോ അല്ലെങ്കിൽ ലൈറ്റിങ്ങിന്റെ പ്രത്യേകതയാണോ, നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സംസാരത്തെ രീതിയുടെ ആണോ, എന്താണ് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് അതിന് കുറച്ച് വ്യൂ വരാൻ കാരണം എന്ന് നമ്മൾ തന്നെ സ്റ്റഡി ചെയ്ത് അങ്ങനെ വീഡിയോസ് ഇട്ടാൽ കുറച്ചും കൂടി ബെറ്റർ ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ നിങ്ങൾ ചെയ്യരുതാത്തൊരു കാര്യം, എനിക്ക് ഒത്തിരി മണ്ടത്തരം പറ്റിയതിലൊരു കാര്യമാണ്, നിങ്ങൾ വീഡിയോയുടെ ലിങ്ക് കൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളത് ഉറപ്പുവരുത്തുക അവർ ആ വീഡിയോ മുഴുവൻ കാണും. ഈവൻ അവർക്ക് ടൈം ഇല്ല, അവർ നോക്കിയിരിക്കുന്നില്ലെങ്കിൽ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അവിടെ വെച്ചത് പ്ലേ ആകുന്നുണ്ടെന്നെങ്കിൽ ഉറപ്പുവരുത്തുക. അല്ലാണ്ട് വീഡിയോ എടുത്തു ജസ്റ്റ് നമ്മൾ തന്ന ലിങ്ക് അല്ലേ എന്ന് വിചാരിച്ച് ക്ലിക്ക് ചെയ്യുന്നു, ഒരു 2 ലൈക്ക് കൊടുക്കുന്നു, അതിനകത്ത് ഒരു ഹാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണിൽ നക്ഷത്രമോ അല്ലെങ്കിൽ കണ്ണിൽ ഹാർട്ടോ കത്തി നിൽക്കുന്ന ഒരു എമോജി ഇട്ടാൽ നമ്മുടെ വീഡിയോയുടെ റെക്കമെൻഡേഷൻ വളരെ കുറയും. മനസ്സിലായോ? ആളുകൾ ക്ലിക്ക് ചെയ്തു പക്ഷെ വീഡിയോ വന്നു, അവർ നിൽക്കുന്നില്ല, സ്കിപ്പ് ചെയ്ത് പോയി. ആ ഒരു സാധനമാണ് അൽഗോരിതം നോട്ടീസ് ചെയ്യുള്ളത്. സോ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ആളുകൾ പിന്നെയും വരണം എന്നുള്ള ഒരു എന്താ പറയുന്നത് റീവിസിറ്റ് നടത്താനുള്ള ഒരു സംഗതി, അതിനുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ചെയ്ത് വെക്കണം. എന്തെങ്കിലും കമന്റ് ത്രൂ റിപ്ലൈയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ വീഡിയോസ് പിന്നെയും കാണാനായിട്ട് തോന്നും. ഇപ്പൊ എനിക്ക് 6000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളെങ്കിലും ഈ 6000 പേരും എൻ്റെ ജെന്യൂൻ സബ്സ്ക്രൈബേഴ്സാണ്. മനസ്സിലായോ? ഒരാൾ പോലും വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെയില്ല, ജെന്യൂൻ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിലും എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞാൻ. അവരെന്നെ വളരെ ആത്മാർത്ഥമായിട്ട് കമന്റ് ഇടുകയും അതുപോലെ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നെ കൊണ്ട്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര അഭിമാനം. ചുമ്മാ കിട്ടുക എന്നുള്ളതിന് അർത്ഥമില്ല. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ വ്യൂ വരിക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ചെയ്താലും എല്ലാം നമ്മൾ നോക്കിയാലും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് ചെയ്താലും നമ്മുടെ വീഡിയോ നമ്മൾ അത്രയും പക്ക ആയിട്ട് ഒന്നും പറയാനില്ലാത്ത പോലെ എഡിറ്റ് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് വ്യൂ വരില്ല. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ അത്ര എഫേർട്ട് ഇട്ടാലും ചിലപ്പോൾ ഒരു 10 വ്യൂ 100 വ്യൂ ഒക്കെ വരുള്ളൂ. ഇതിന് നിങ്ങൾ ഒരിക്കലും ഡൗൺ ആയിട്ട് എനിക്കിതുകൊണ്ട് ഗുണമില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ നിധി കുഴിച്ച കഥ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വൺ ഡേ എല്ലാം സെറ്റ് ആകും. മനസ്സിലായില്ലേ? നമ്മൾ ഇട്ടിട്ട് പോയാൽ ചിലപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമുക്ക് സെറ്റ് ആവാൻ പോണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ഇതോടെ മടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇട്ടിട്ട് പോകരുത്. അറ്റ്ലീസ്റ്റ് നമ്മൾ അത്രയും ബാക്കിലിട്ട എഫേർട്ട് നമ്മൾ മാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇടുന്ന ഒരു വീഡിയോ ഒന്ന് വൈറലാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ടുള്ള നമ്മുടെ വീഡിയോസ് എല്ലാ ആളുകൾ റെഫർ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായി? അപ്പം നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ചാനലിൽ വെച്ചിരിക്കുന്ന ഒരു വീഡിയോ പോലും വേസ്റ്റ് ആവില്ല. മനസ്സിലായി? എല്ലാം നമ്മൾ കുറച്ചൊന്ന് ഇതായി കഴിയുമ്പോഴത്തേനും എല്ലാം റെക്കമെൻഡേഷനിൽ എല്ലാം റെക്കമെൻഡ് ചെയ്യും യൂട്യൂബ് തന്നെ. അപ്പോൾ നിങ്ങൾ മനസ്സുമടുത്ത് ഇട്ടിട്ട് പോകരുത് പകുതി വഴിക്ക്. ഇതാണ് എനിക്ക് ലാസ്റ്റ്. ഇതെൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ഇല്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറഞ്ഞ മണ്ടത്തരങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ടന്റ് സ്പെസിഫിക്കേഷൻസ്, എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾ ഇടുന്നത്, കാറ്റഗറി ഉണ്ട് നിങ്ങൾ ഇടുന്ന വീഡിയോയുടെ. എൻ്റർടൈൻമെൻ്റ് ആണോ, ഫാഷൻ ലൈഫ് വ്ലോഗ് അങ്ങനെയാണോ, ഹെൽത്തിൻ്റെ എന്തെങ്കിലും കോഴ്സസ് ആണോ, അത് പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങളത് മെൻഷൻ ചെയ്തേക്കണം. പിന്നെ ഹാഷ് ടാഗ്സ് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുക. ഇപ്പോൾ ChatGPT ഗൂഗിളിലോ ഒക്കെ ചോദിച്ചാൽ നിറയെ ഹാഷ് ടാഗ്സ് കിട്ടും. അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ കൂടി നല്ലതാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ, പുതിയ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത ആളുകളുണ്ടെങ്കിൽ, എനിക്കറിയാം ഒരുപാട് വീഡിയോസ് ഉണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ തോന്നി. ഇങ്ങനെ വന്നിരുന്ന ആരെങ്കിലും പറയുമോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എത്രയുണ്ട് എന്നുള്ളത് പറയുക. അപ്പം എന്നെ കൊണ്ടിപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്കും പറ്റുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞാനും ചെയ്യാം. വീഡിയോസൊക്കെ കുറച്ചൊക്കെ കണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.